നമസ്കാരം. പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ. ഇന്ത്യക്ക് 2025 ക്രിസ്മസ് രക്തം പുരണ്ടതായി മാറി. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ക്രിസ്മസ് ആഘോഷങ്ങളും ആരാധനകളും ഹിന്ദുത്വ സംഘടനകളാൽ ആക്രമിക്കപ്പെട്ടു. ഡൽഹിയിലെ ചർച്ച് ഓഫ് റിഡംഷനിൽ കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആക്രമണങ്ങളെ തള്ളിപ്പറയുകയോ അതിൽ ആശങ്ക രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. ഇന്ത്യ ഹിന്ദുവിൻ്റേതാണെന്നും ക്രിസ്തുമതം വിദേശിയാണെന്നുമുള്ള വിദ്വേഷ പ്രചാരണമായിരുന്നു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ. വംശീയ വിദ്വേഷം എന്നതിന് പുറമെ നെറികെട്ട നുണപ്രചാരണം കൂടിയാണ് RSS അഴിച്ചുവിട്ടത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ക്രിസ്തീയ നേതൃത്വത്തിൽ നിന്ന് കേട്ട ഏറ്റവും ഉജ്ജ്വലമായ ശബ്ദം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടേതാണ്. എഡിറ്റേഴ്സ് ടേക്ക് ഇന്ന് പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ഇവിടെ ആരുണ്ട് എന്നാണ്. ഇന്ത്യയിൽ ആരാണ് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവർ? ആരാണ് വരത്തന്മാർ? ഈ ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിന്ദുത്വ അവരുടെ വ്യാജ ചരിത്ര നിർമ്മിതി മുഴുവൻ നടത്തിയിട്ടുള്ളത്. അവരുടെ ആഖ്യാനപ്രകാരം ഹിന്ദുക്കൾ ഇന്ത്യയിലെ തദ്ദേശീയരും ബാക്കി എല്ലാവരും വിദേശീയരുമാണ്. പക്ഷേ കാതോലിക്ക ബാവ ചോദിക്കുന്ന ചോദ്യവും നൽകുന്ന ഉത്തരവും ശ്രദ്ധിക്കൂ. ആരാണ് ഹിന്ദുക്കൾ? 2000 BC ക്രിസ്തുവിന് മുമ്പ് 2000 ഇറാനിൽ നിന്ന് ഇവിടെ കുടിയേറിപ്പുറത്ത ആര്യന്മാര് ബ്രാഹ്മണിക ആരാധന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മതമാണ് ഹിന്ദുയിസം. ഇവിടുത്തെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ആര്യനുമില്ല, ഒരു ഹിന്ദുവുമില്ല. എല്ലാവരും ഈ പറയുന്ന ഇറാൻ പ്രദേശത്തു നിന്ന് വന്നവരാണ്. ഇത് കേൾക്കുമ്പോൾ നെറ്റിച്ചൊളിക്കുന്നവരുണ്ടാകും. പക്ഷേ സത്യമാണ് കാതോലിക്ക ബാവയുടെ വാക്കുകൾ. ക്രിസ്തുവിന് മുൻപ് 2000-നും 1600-നും ഇടയിലാണ് ഇന്ത്യയിലേക്ക് ഇന്തോ ഇറാനിയൻ വംശജരെന്ന് വിളിക്കാവുന്ന വിഭാഗങ്ങളുടെ കുടിയേറ്റമുണ്ടായത്. ഉറൽ പർവ്വതത്തിൻ്റെ തെക്കും കസാഖിസ്ഥാൻ്റെ വടക്കും ചേർന്ന പ്രദേശമാണ് ഇവരുടെ മാതൃഭൂമിയായി കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. നേരിട്ട് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്നതല്ല ഒരുപക്ഷെ ശരി. ഇന്തോ ഇറാനിയൻ വംശജർ ഹിന്ദുക്കുഷ് മലനിരകളുടെ 2 ഭാഗത്തേക്കുമായി തിരിഞ്ഞ് ഒരു കൂട്ടർ ദക്ഷിണേഷ്യയിലേക്കും മറ്റൊരു കൂട്ടർ മധ്യേഷ്യയിലേക്കും നീങ്ങി. അങ്ങനെ ഇന്ത്യയിലെത്തിയവർ ഇന്നത്തെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അധിവാസം ഉറപ്പിച്ചത്. ഇത് തെളിയിക്കുന്ന 3 തരം തെളിവുകളാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഭാഷാശാസ്ത്ര പ്രകാരം ഇന്ത്യയിലെ വേദിക് സംസ്കാരത്തിലെ ഭാഷയോട്, അതായത് സംസ്കൃതത്തോട് പല കാര്യങ്ങളിലും സാമ്യമുള്ളതാണ് ഇറാനിലെ അവസ്റ്റാൻ ഭാഷയും. ദേവ, സോമ, അസുര തുടങ്ങിയ വാക്കുകൾക്ക് ഉച്ചാരണ സാമ്യമുള്ള വാക്കുകൾ ഇറാനിലെ അവസ്റ്റാൻ ഭാഷയിൽ കാണും. 2, പുരാവസ്തുപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ. സ്റ്റെപ്പി സംസ്കാരം എന്ന പുരാവസ്തു ഗവേഷണത്തിൽ വിളിക്കുന്ന സംസ്കാരത്തിന് കാരണമായ പിച്ചള യുഗത്തിലാണ് ഇന്ത്യയിലെത്തിയ ഇൻഡോ ഇറാനിയൻസിൻ്റെയും ഇറാനിലെത്തിയ ഇൻഡോ ഇറാനിയൻസിൻ്റെയും പൊതു പൈതൃകം എന്ന് തെളിഞ്ഞിട്ടുണ്ട്. 3, ദക്ഷിണേഷ്യയിലെയും ഇറാനിലെയും മനുഷ്യർക്കിടയിൽ കണ്ടെത്തപ്പെട്ട ജനിതക തുടർച്ചകൾ. അതായത് കുടിയേറിയെത്തിയ ഇൻഡോ ഇറാനിയൻ വംശജർ രൂപം കൊടുത്ത വൈദിക ആരാധനാക്രമം പാലിക്കുന്ന മതം എന്ന നിലയിലാണ് ഹിന്ദുമതത്തിൻ്റെ ഉദ്ഭവം. ഇനി നമുക്ക് കാതോലിക്ക ബാവയുടെ അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കാം. പക്ഷെ അവർ വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്തത്, അന്ന് വളരെ ശക്തമായിരിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനുണ്ട്, മോഹൻജദാരോ, ഹാരപ്പ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന് മുമ്പ് 4000 BC ദ്രാവിഡന്മാർ മുഖാന്തരം ഉണ്ടായതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ദ്രാവിഡന്മാരും ഇവിടുത്തുകാരല്ല. ദ്രാവിഡന്മാർ ആഫ്രിക്കയിൽ നിന്ന് ഇറാൻ വഴിയായിട്ട് ഇന്ത്യയിൽ വന്നെത്തിയവരാണ്. പക്ഷെ അവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ ജീവിച്ചിരുന്നതുവരെ ആര്യന്മാർ 2000 BC വന്നിട്ട് കൈയടക്കി പ്രദേശങ്ങളെല്ലാം കൈയടക്കിയിട്ട് ദ്രാവിഡന്മാരെ തെക്കോട്ട് പറഞ്ഞു വിട്ടു. ഇവിടെ പരിശോധിക്കേണ്ടത് ദ്രാവിഡരുടെ ഇന്ത്യയിലേക്കുള്ള വരവാണ്. കാതോലിക്ക ബാവ പറഞ്ഞതുപോലെ ആഫ്രിക്കയിൽ നിന്ന് ഇറാൻ വഴി അത്ര നേരിട്ടുള്ള വരവ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ക്രിസ്തുവിന് മുമ്പ് 4700-നും 3000-നും ഇടയിൽ ഇറാനിയൻ നിയോലിത്തിക് കർഷക സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്നവരുമായി ദ്രാവിഡന്മാർക്ക് ജനിതക ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം മനുഷ്യരെല്ലാം ആഫ്രിക്കയിലാണ് ആദ്യമുണ്ടായതെന്ന പൊതു സിദ്ധാന്തത്തിനപ്പുറം ആഫ്രിക്കൻ ബന്ധത്തിന് തെളിവുകളില്ല താനും.
ആര്യന്മാരും ദ്രാവിഡരും തമ്മിലുള്ള സംഘർഷത്തിനും അടരുകൾ പലതുണ്ട്. പക്ഷേ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തിരോധാനവും ആര്യ ദ്രാവിഡ വിഭജനങ്ങളും സമാന്തരമാണെന്നതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദിമ ജനതകളിലൊന്ന് ദ്രാവിഡരാണ്, ആര്യരല്ല എന്നതും തെളിയിക്കപ്പെട്ടു. അങ്ങനെ തെക്കോട്ട് ഓടിച്ച് പലായനം ചെയ്ത ദ്രാവിഡന്മാർ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ താമസിക്കുകയാണ്. തെലുങ്ക് സംസാരിക്കുന്നവരും കർണാടകവും തമിഴും മലയാളവും ഈ 4 ഭാഷകൾ സംസാരിക്കുന്നവരാണ് ദ്രാവിഡന്മാർ. ഇത്രയും ആദിമ ചരിത്രം ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറയുന്നതിന് കാരണമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നതായ ആളുകൾ 2000 BC ഇവിടെ വന്നിരിക്കുന്നവർ പറയുകയാണ് വിദേശികളെല്ലാം തിരിച്ചു പോകണം. ആരാണ് വിദേശി? ആര്യന്മാരാണ് ആദ്യത്തെ കുടിയേറ്റക്കാർ. അതിനു മുമ്പ് ദ്രാവിഡന്മാരാണ്. ഓരോരുത്തരും മതം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഹിന്ദുക്കൾ ഹിന്ദു വിശ്വാസത്തിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ AD 52 മുതൽ ക്രിസ്തു മതം സ്വീകരിച്ച് ഇവിടെ ജനിച്ചു വളർന്ന് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ഇവിടെ ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ ആരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല. അറബി രാജ്യത്തിൽ നിന്ന് ആരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല. ഇവിടെയുള്ളവർ ഇന്ത്യൻ ഒറിജിനാണ്, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. അതിവിടുത്തെ അങ്ങനെ തന്നെയാണ്. അവരിവിടെ ജനിച്ചു വളർന്നവരാണ്. മധ്യപൂർവ്വ ദേശങ്ങളിലുള്ള മുസ്ലിങ്ങളാരും ഇവിടെ ഇല്ല. ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ആ മതത്തിനും ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട്. ക്രിസ്തുമതത്തിനുമുണ്ട്, അതുപോലെ ഹിന്ദുമതത്തിനുമുണ്ട്. ചരിത്രത്തിൻ്റെ സൂക്ഷ്മ വേർപിരിവുകൾക്കപ്പുറം ഈ വസ്തുതയാണ് ഏറ്റവും പ്രധാനം. ഇവിടെ വീട്ടുകാരും വിരുന്നുകാരുമില്ല, എല്ലാവരും വന്നെത്തിയവരാണ്. വർഗീയതയുടെ ഏറ്റവും വിദ്വേഷപൂർണമായ മുഖം തെളിയുന്നത് അപരത്വത്തെ നിർമ്മിക്കുന്നതിലാണ്. ഭാരതം ഹിന്ദുക്കളുടേതാണ്, മുസ്ലിമും ക്രിസ്ത്യാനിയും അന്യദേശക്കാരാണ്, വിദേശ മതക്കാരാണ് തുടങ്ങിയ വ്യാജങ്ങളാണ് അതിനവർ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാതൃരാജ്യവുമായുള്ള അവരുടെ ബന്ധം മുറിച്ച് വിദേശികളാക്കുന്നു. RSSന്റെ ഈ പദ്ധതിയാണ് കാതോലിക്ക ബാവ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഈ മതങ്ങൾ ഉണ്ടാകുന്നതും അതിൻ്റെ ചരിത്രവും അറിയാവുന്ന ആളുകൾ വിദേശികൾ പോകണമെന്ന് പറയുമ്പോൾ അവരുടെ അറിവില്ലായ്മയെക്കുറിച്ച് വിലപിക്കുകയല്ലാതെ സാരമില്ല. പക്ഷേ ആ അറിവില്ലായ്മയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ഓശാന പാടുകയും ചെയ്യുന്ന ഭരണാധികാരി ഇവിടെ ഉള്ളപ്പോൾ ന്യൂനപക്ഷങ്ങൾ അവിടെ തമസ്കരിക്കപ്പെടുമെന്നുള്ളത് സത്യമാണ്. നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത്, ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കെതിരായുള്ള ആ ആക്രമണങ്ങൾ, നമുക്കല്ല, ന്യൂനപക്ഷങ്ങൾ ആരായിന്ന് അവർക്കെല്ലാം എതിരായി ഉണ്ടാകുന്നതായ ആക്രമണങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്. ആ ഒരു സത്യമാണ്. അത് അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന RSSന്റെ ഒരു വലിയ ആപ്തവാക്യമുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല, അത് നടക്കത്തുമില്ല. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഈ പറഞ്ഞതാണ് നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. വിദേശികളെന്ന് പറഞ്ഞ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ പുറത്താക്കണമെന്ന വാദത്തിന് ഒത്താശ ചെയ്യുകയും ഓശാന പാടുകയും ചെയ്യുന്ന ഭരണാധികാരിയാണ് നമുക്കുള്ളതെന്ന വർത്തമാന രാഷ്ട്രീയ സത്യം വിളിച്ചു പറയാൻ അദ്ദേഹം മടിക്കുന്നില്ല. RSSന്റെ ഈ പദ്ധതി ഇവിടെ ചെലവാകാൻ പോകുന്നില്ലെന്ന് പുച്ഛത്തോടെ പറയാനും അദ്ദേഹം ചങ്കൂറ്റം കാണിക്കുന്നു. കേരളത്തിൽ BJPയോട് മൃദുഭാവം പുലർത്തുകയും അനുനയം കാണിക്കുകയും ചെയ്യുന്നതിൽ മത്സരിക്കുന്ന ക്രൈസ്തവ പുരോഹിതരുടെ ഇടയിൽ അങ്ങനെ മാത്യൂസ് തൃതീയൻ വേറിട്ട് നിൽക്കുന്നു. RSSന്റെ പേര് പറയാൻ മടിക്കുന്നവരാണ് ഭൂരിഭാഗം ബിഷപ്പുമാരും. ഒന്നുകിൽ സുവിശേഷ ഭാഷയിൽ അഭ്യർത്ഥനയായോ അല്ലെങ്കിൽ നയതന്ത്ര ഭാഷയിൽ അങ്ങുമിങ്ങും തൊടാതെയോ സംസാരിക്കുന്ന സിറോ മലബാർ സഭാ നേതൃത്വം ഈ കണിശ ഭാഷയുടെ സമരവീര്യം തിരിച്ചറിയുകയാണ് വേണ്ടത്. മാതൃരാജ്യത്തിൽ നിന്ന് പുറന്തള്ളാൻ ശ്രമിച്ചാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല. ക്രിസ്ത്യാനികൾ അതിനുവേണ്ടി രക്തസാക്ഷികളാകുന്നതിന് ഒരു മടിയുമില്ല. കാരണം ക്രിസ്തീയ മതം ഉണ്ടായിരിക്കുന്നത് രക്തസാക്ഷിത്വത്തിൽ കൂടി, പീഡനത്തിൽ കൂടിയാണ്. പീഡനങ്ങളുടെ ചെറുത്തുനിൽപ്പ് 1-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ്. മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതായ ആളുകളെല്ലാം സ്വീകരിച്ചു. ഇവിടെ ആരെയും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് 2.7% മാത്രം ഇന്ത്യൻ പോപ്പുലേഷനിൽ ക്രിസ്ത്യാനി ഉണ്ടാകുമായിരുന്നില്ല. അതാണ് AD 52 അതായത് 1-ാം നൂറ്റാണ്ടിൽ
തോമസ് ശ്ലീഹ കേരള തീരത്തെത്തിയതോടെ ആരംഭിക്കുന്ന ക്രൈസ്തവ ചരിത്രം എങ്ങനെയാണ് ഹൈന്ദവ ചരിത്രത്തിന് പിന്നിലായി പോവുക? അത്തരം നറേറ്റീവുകളെ മതനിരപേക്ഷ ഇന്ത്യ കൂട്ടായി ചെറുക്കുകയാണ് മുന്നിലുള്ള മാർഗം. ഈ വർഷത്തെ ക്രിസ്മസ് രക്തം ചിന്തി കടന്നു പോകുമ്പോൾ, പുതുവർഷം പുഞ്ചിരിക്കൊപ്പം കണ്ണീരും പൊഴിക്കുമ്പോൾ നാം ചൊല്ലേണ്ട പ്രതിജ്ഞ ഇന്നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്തുസൂക്ഷിക്കും എന്നതാവട്ടെ. മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളും ദുർഗാപൂജയും രാമനവമിയും ഈസ്റ്ററും ബക്രീദും എല്ലാം ഒരേ മനസ്സോടെ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. ഏത് മതവിശ്വാസപ്രകാരവും ജീവിക്കാൻ അവകാശമുള്ള ഇന്ത്യയുടെ സ്വന്തം മതം സാഹോദര്യമാകട്ടെ.